അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്, കാണുമ്പോ കൊതിയാവുന്നുണ്ട്. പക്ഷെ ഉമ്മ പറഞ്ഞു വെള്ളത്തിൽ ചെയ്യാൻ കയല. ഹായ്, മുസാഫിറാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ജോധ്പൂരിലെ തെരുവ് കാഴ്ചകളും കുറച്ച് ഫുഡും മറ്റും ഇവിടുത്തെ തെരുവുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോധ്പൂരിലൂടെ ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ് കേട്ടോ. ഇവിടുത്തെ പട്ടികളൊക്കെ കിടന്നുറങ്ങുന്നത് ഇവിടുത്തെ കാറിൻ്റെ മുകളിലാണ്. ഇവിടെ ഇങ്ങനെ റാഷ് ഡ്രൈവ് അല്ല, അതെ. ഇത് ഇവിടുത്തെ ടൂർക്കി ജൽവ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു കുളമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റെപ്പാണ്. എവിടെ നോക്കിയാലും സ്റ്റെപ്പ് കൊണ്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ കുളിക്കുന്നുണ്ട് അവിടെ. ഒരു പഴയ എന്താ പറയുക ഒരു വിൻറ്റേജ് മോഡൽ ഐറ്റമാണിത്. നമ്മൾ ജോധ്പൂർ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ. ഇതിൻ്റെ ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ നമ്മുടെ പഴയ പോർട്ടിൻ്റെ ആ ഒരു രൂപസാദൃശ്യമുള്ള ഐറ്റംസാണ് കേട്ടോ. മൊത്തം എല്ലായിടത്തും മാക്സിമം കൊത്തുപണികളും പിന്നെ മാർബിളും അങ്ങനെ എന്താ ഈ ആ ഒരു ഇത് നോക്കിയാൽ വേറെ ഡിഫറെൻറ്റ് കളറാണ്, ഇത് വേറൊരു കളറാണ്. അങ്ങനെ മൊത്തം ആദ്യം ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലൂ സിറ്റി ആയിരുന്നു. ജോധ്പൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം ബ്ലൂ സിറ്റി എന്നാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു പഴയ ബ്ലൂ ഇപ്പം ഇല്ല. ഇപ്പം എല്ലാവരും മറ്റുള്ള കളറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടൗണിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു എന്താ പറയുക ഒരു പഴയ ആ ഒരു ഇത് കൊണ്ടാണല്ലോ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നതുകൊണ്ടാണല്ലോ ആൾക്കാരൊക്കെ വരുന്നുള്ളത്. അത് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുറച്ചൊക്കെ ആ ഒരു ഇത് ആ ഒരു മോഡൽ ഇപ്പോൾ നിലനിർത്തുന്ന കുറച്ച് ടീംസൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മളൊരു തെരുവിലേക്ക് ഇറങ്ങി. ഇവിടെ വടാപ്പാവാണ്, ഇവിടെ മസാല ദോശയാണ്, പിന്നെ ഇവിടെ എന്താ ഇവിടെ കേക്ക്സ് ഐറ്റംസ്, ബ്രെഡ് അതുപോലത്തെ ഐറ്റംസാണ്. ഇവിടെയും സെയിം സാധനം തന്നെ, മറ്റേ വടാപ്പാവ്. ഇത് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, രാജസ്ഥാൻ കുൽഫി അത് ഇതെല്ലാം. പിന്നെ ഇവിടെ എന്താ ഇവിടെയും ഏകദേശം അതൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ മെയിൻ പാനിപുരി ബേൽപുരീൻ്റെ ഇതൊക്കെ. ഇതിവിടെ കുടിക്കാനുള്ള ഐറ്റംസാണ്, നിമ്പു മറ്റു കാര്യങ്ങളെല്ലാം. ഞങ്ങൾ പാനിപുരിക്ക് വേണ്ടി തെണ്ടുകയാണ് ഗൈസ്. പാത്രം തോന്നിട്ട് ചങ്ങായി. അപ്പോൾ ജോധ്പൂർ വന്നിട്ട് ഇതിൻ്റെ ആസ്ഥാനത്ത് വന്നിട്ട് കഴിച്ചില്ലെങ്കിൽ ചങ്ങായി അവൻ്റെ സ്പോട്ട് എടുക്കണമല്ലോ. ഓക്കെ അച്ഛേ, നമുക്ക് സാധനം കിട്ടി.
നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇക്കുറി എങ്ങനെയുണ്ട്? സംഭവം എങ്ങനെയുണ്ട്? പൊളിയാ? സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, പൊളി, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, പൊളി, സൂപ്പർ. എന്തായാലും വന്നിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ഇവരിവിടെ നൂഡിൽസ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് അല്ലേ? സംഭവം പൊളിയല്ലേ? എത്ര ഇതിനെത്ര? 50 രൂപയുടെ നൂഡിൽസ് ആണ് കേട്ടോ. ഐറ്റം ഇതെന്ത്? ഓക്കെ ബൈ. സ്ട്രോബെറി സർബത്താണ്. ഐസ് ഇടുന്നുണ്ട്, പിന്നെ അതിലേക്ക് ലൈമിട്ട് സോഡ ഉണ്ടാക്കാണ്, ലൈം സോഡ. കുടിക്കും. ഫുള്ള് ഗ്യാസ് അടിച്ച് കയറ്റുന്നുണ്ട്. സോഡ മിക്സ് ആക്കി ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് തരാം കേട്ടോ. മുഷ്കിൽ നെയ്യാനാ അല്ല, കുറേ മസാല ഇട്ട് ആ മസാല മാത്രം എനിക്ക് ഇഷ്ടമല്ല. ടേസ്റ്റ് നോക്കട്ടെ. നല്ലുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലൈമും മറ്റേ സ്ട്രോബെറി ഒക്കെ മിക്സ് ചെയ്തുള്ള ഒരു സാധനം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മുമ്പ് നമ്മൾ മറ്റേ പാനിപൂരി ഉണ്ടല്ലോ, പാനിപൂരി ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, ഒരു മൊത്തം വേറെ ഒന്ന് സാൾട്ട്, ഒന്ന് പിന്നെ സ്വീറ്റ്, അങ്ങനെ ഒരു രക്ഷയില്ല. ഞങ്ങൾ 2 പ്രാവശ്യം കഴിച്ചു മറ്റേ പാനിപൂരി. ഓക്കെ, ബസ്സാണ് കേട്ടോ, ലോക്കൽ ബസ്സാണ് കാണുന്നുള്ളത്. നമ്മുടെ ടെമ്പോ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടെമ്പോ മോഡലാണ് ബസ് ഉള്ളത് കേട്ടോ. സംഭവം രസമുണ്ട്. മുളക് ബജ്ജി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ കാര്യം അറിഞ്ഞത്. ഇനിയിപ്പോൾ ചായക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എടാ വേറെ പണി കിട്ടോ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് അല്ലേ? ഇവിടുത്തെ ചായ ഒരു രക്ഷയിലുണ്ടോ, പൊളി ചായ. പക്ഷെ ഇവിടെ ചെറിയ ക്ലാസ്സിലാണ് തരാം. ഞങ്ങളിപ്പോൾ എല്ലായിടത്തും പോയിട്ട് വലിയ ക്ലാസ്സിൽ തരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വലിയ ക്ലാസ്സിലാണ് കിട്ടുന്നത്. ഇതാണ് എൻട്രൻസ് വ്യൂ. ഇവിടെ മൊത്തം മിനിച്ചർ ഇട്ടിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എന്താ, ടോയ് ട്രെയിൻ സ്റ്റാർട്ടായി. ഇതാണ് ടോയ് ട്രെയിൻ. ടോയ് ട്രെയിനിൽ പോകുന്നുണ്ട് ആൾക്കാർ. അവിടെ ഇവിടുത്തെ രാജാവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുള്ളത്. പ്രൊജക്ടർ വെച്ചിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് അതിൻ്റെ ലൈറ്റ് അടിക്കുകയാണ്. എല്ലാവരും ടോയ് ട്രെയിനിൽ ഇങ്ങനെ കയറി യാത്ര ചെയ്യുകയാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്തു, ട്രെയിൻ പിടിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മുടെ ജോധ്പൂരിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ നാളെ രാവിലെ ജയ്സാൽമീറിലേക്ക് വിടണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.